പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് സംസ്ഥാനത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. 4 വിഭാഗം കാർഡുടമകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോയാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത്. നമുക്കറിയാം 4 തരം റേഷൻ കാർഡുകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുള്ളത്. വെള്ള, നീല, പിങ്ക്, മഞ്ഞ. ഈ 4 വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും കുടുംബങ്ങൾക്കും വ്യത്യസ്ത തരങ്ങളിലാണ് റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മുൻഗണന ഇതര വിഭാഗങ്ങളായ നീല, വെള്ള കാർഡുടമകൾക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന സൗജന്യ പലവ്യഞ്ജന കിറ്റുകളുടെ വിതരണം മെയ് 8-ന് ആരംഭിക്കുമെന്നുള്ളതാണ് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പി തിലോത്തമൻ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ മെയ് 8-ന് നമുക്ക് ഇത്തരത്തിലുള്ള വിതരണം നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ്, ഏതൊക്കെ കാർഡുകൾ ആരൊക്കെ ഏതൊക്കെ സമയങ്ങളിലാണ് റേഷൻ കടകളിൽ നിന്ന് ഇത് കൈപ്പറ്റേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇത്തരം വിവരങ്ങൾ ലഭിക്കുന്ന പക്ഷം നിങ്ങളിലേക്ക് അത് അറിയിക്കുന്നതാണ്. അതിന് നിങ്ങൾ സമകാലികത്തിൻ്റെ ഈ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. രണ്ടാമത്തെ വിവരം എന്ന് പറയുന്നത് നീല, വെള്ള കാർഡുടമകൾക്ക് സാധാരണ ലഭിക്കുന്ന ധാന്യവിഹിതത്തിന് പുറമെ മെയ്, ജൂൺ മാസങ്ങളിൽ കാർഡ് ഒന്നിന് 10 കിലോ അരി വീതം അധികമായി നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിന് 1 കിലോ അരിക്ക് 15 രൂപ നിരക്കിലായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ നൽകേണ്ടി വരുന്നത്. ഇനി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക്, മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാർ നൽകി വരുന്ന സൗജന്യ അരി വിതരണം ഒരു അംഗത്തിന് 5 കിലോ എന്ന രീതിയിൽ നൽകി വരുന്ന അരി വിതരണം ഈ മാസവും അതുപോലെ തന്നെ ജൂൺ മാസത്തിലും ലഭിക്കും. ഇനി നമ്മൾ പരിശോധിക്കുന്നത് മെയ് മാസത്തിൽ 4 വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും എന്തെല്ലാം കാര്യങ്ങളാണ് റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം വെള്ള കാർഡ് ഉടമകൾക്ക് എന്താണ് മെയ് മാസത്തിൽ ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. കാർഡിന് 2 കിലോ അരി കിലോക്ക് 10 രൂപയും 90 പൈസയും നിരക്കിലാണ് ഇത് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ലഭ്യത അനുസരിച്ച് കാർഡ് ഒന്നിന് 1 കിലോ മുതൽ 3 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിൽ ലഭ്യമാകാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ അധിക വിഹിതമായി കാർഡ് ഒന്നിന് 10 കിലോ അരി 15 രൂപ നിരക്കിൽ നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി മെയ് മാസത്തിൽ നീല കാർഡ് ഉടമകൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം. കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിൽ അവർക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ലഭ്യത അനുസരിച്ച് കാർഡ് ഒന്നിന് 1 കിലോ മുതൽ 3 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അധിക വിഹിതമായ കാർഡ് ഒന്നിന് 10 കിലോ അരി കിലോക്ക് 15 രൂപ നിരക്കിൽ ലഭിക്കും. ഇനി പിങ്ക് കാർഡ് ഉടമകൾക്ക് മെയ് മാസത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും കിലോക്ക് 2 രൂപ നിരക്കിൽ ലഭിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം കാർഡിന് 1 കിലോ പയർ അല്ലെങ്കിൽ 1 കിലോ കടല എന്നിവ സൗജന്യമായിട്ട് ലഭിക്കും. ഇനി ഈ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡ് ഉടമകൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, 20/5/2020 ശേഷമാണ് കേന്ദ്ര സർക്കാർ ഒരംഗത്തിന് 5 കിലോ അരി എന്ന രീതിയിൽ വിതരണം ചെയ്യുന്ന അരി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് മെയ് മാസത്തിൽ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും 20-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് അത് ലഭിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി മഞ്ഞ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ്. മഞ്ഞ കാർഡ് ഉടമകൾക്ക് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം കാർഡ് ഒന്നിന് 1 കിലോ പയർ അല്ലെങ്കിൽ കടല എന്നിവ സൗജന്യമായിട്ട് ലഭിക്കും. ഇനി മഞ്ഞ കാർഡ് ഉടമകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിങ്ക് കാർഡ് ഉടമകളോട് പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരംഗത്തിന് 5 കിലോ എന്ന സൗജന്യ അരി വിതരണം നടക്കുന്നത് 20/5/2020 ശേഷമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ ഇത് സർക്കാരിൻ്റെ അറിയിപ്പായതുകൊണ്ട് തന്നെ ഓരോ സമയങ്ങളിലും വരുന്ന അപ്ഡേഷനുകൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരം മാറ്റങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സമയങ്ങളിലും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു ചാനലാണ് സമകാലികമെന്ന ഈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്കിതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അറിയിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ നിങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം.